ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുടുംബം സമാധാനത്തിൻ്റെ സങ്കേതം എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താവിഷയം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ ധ്യാനത്തിനായി സ്വീകരിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ കുടുംബവും ആ കുടുംബത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുമാണ് നമ്മൾ പഠനത്തിന് ആധാരമാക്കുന്നത്. ആ കുടുംബത്തിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ടു നോ ഈച്ച് അതർ, പരസ്പരം മനസ്സിലാക്കുക. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം നഷ്ടങ്ങളുടെ കഥ പറയുന്ന ഒരു അധ്യായമാണ്. ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു പോയി. 10 നാണയങ്ങളുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു പോയി. 2 പുത്രന്മാരുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആടുകളേക്കാൾ നാണയത്തേക്കാൾ മൂല്യമുള്ള മകൻ നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് പിതാവ് അന്വേഷിച്ച് പോകാതിരുന്നത്? കഥ പറയുന്നത് ഇതാണ്: അപ്പന് മകനെ അറിയാമായിരുന്നു. അവൻ എത്ര തന്നെ ജീവിതത്തിൽ പിഴച്ചുപോയാലും, തൻ്റെ അരികിൽ നിന്ന് എത്ര തന്നെ ദൂരത്തേക്ക് ഓടി അകന്നാലും ഒരിക്കൽ അവൻ മടങ്ങി വരുമെന്ന് ആ അപ്പന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അത് അപ്പന് മകൻ്റെ മുകളിലുള്ള കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വേദഭാഗം പറയുന്നത്, മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി ആ അപ്പൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്ന്. എന്നാൽ ഈ അപ്പന് മൂത്ത മകനെയും അറിയാം. പിണങ്ങി നിൽക്കുന്ന മകൻ ഇനി ഒരിക്കലും ഈ ഭവനത്തിലേക്ക് തിരികെ കാലുകുത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പൻ പുറത്തു വന്ന് മകനോട് അപേക്ഷിച്ചു, നീ മടങ്ങി വരണം, നീ ഭവനത്തിലേക്ക് തിരികെ വരണമെന്ന്. ഇളയ മകനും അപ്പനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അവൻ പറയുന്നത്, അവന് സുബോധം വന്നപ്പോൾ, ഞാൻ എത്ര തന്നെ തെറ്റ് ചെയ്താലും, എത്ര തന്നെ ദൂരത്തേക്ക് അകന്നുപോയാലും തിരികെ വന്നാൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നതാണ്. അതൊരു മനസ്സിലാക്കലാണ്. എന്നാൽ ഒരു മകന് മാത്രം തൻ്റെ അപ്പനെയോ സഹോദരനെയോ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു കുടുംബ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളോട് കൂടെയുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കിയാണോ നമ്മൾ അവരോട് പെരുമാറുന്നത്? 2, നമുക്കുള്ളത് ഒരു ജെനുവിൻ റിലേഷൻഷിപ്പാണോ അതോ നമ്മുടേത് പെർഫോമൻസ് ആണോ? ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്, ഇളയ മകന് സുബോധം വന്നപ്പോൾ അവൻ അപ്പനെക്കുറിച്ച് ആലോചിച്ചു, അപ്പൻ്റെ ഭവനത്തിലെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ്. തിരികെ പോയാൽ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുമെന്ന ബോധ്യം, അത് അവൻ്റെ ഉള്ളിൽ അവൻ കാത്തു സൂക്ഷിച്ചിരുന്ന ജെനുവിനായ ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. എന്നാൽ മൂത്ത മകൻ്റെ മറുപടി നമ്മൾ ശ്രദ്ധിക്കുക. ഫോർ ദീസ് മെനി ഇയേഴ്സ് ഐ ഹാവ് ബീൻ സ്ലേവിങ് എന്നാണ് പറയും. ഇത്രയും കാലം ഞാൻ ഒരു അടിമയെ പോലെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നില്ലേ എന്നാണ് മൂത്ത മകൻ ചോദിക്കുന്നത്. അതൊരു അപ്പൻ മകൻ സംഭാഷണമല്ല, മറിച്ച് ഒരു പണിക്കാരൻ തൻ്റെ ബോസിനോട് സംസാരിക്കുന്ന ഒരു ടോൺ മാത്രമാണ്. അവൻ്റെ ഉള്ളിൽ അത്രയും കാലം ഒളിപ്പിച്ചു വെച്ച, അടക്കി പിടിച്ച അമർഷങ്ങളൊക്കെ പതിയെ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്രയും കാലം ഉണ്ടായിട്ടും ഒരാടിനെ പോലും ഈ അപ്പൻ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഉത്തരത്തിൽ നിന്ന്, അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന പാഠം, അതുവരെയും അവൻ ആ വീട്ടിൽ നടത്തിയിരുന്നത് അപ്പൻ്റെ ഗുഡ് ലിസ്റ്റിൽ കയറി പറ്റാനുള്ള, അല്ലെങ്കിൽ അപ്പനെ ഇംപ്രസ് ചെയ്യാനുള്ള പെർഫോമൻസ് മാത്രമായിരുന്നു. നാം ഒരു കുടുംബ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മളൊരു ജെനുവിൻ റിലേഷൻഷിപ്പാണോ കാത്തു സൂക്ഷിക്കുന്നത്, അതോ അവരെയൊക്കെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് മാത്രമാണോ? 3, കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഭവനത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഭവനം മുഴുവനും സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ്. ഹൈന്ദവ സുഹൃത്തുക്കളുടെ വലിയ ഭവനങ്ങൾക്ക് മന എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. മന എന്ന് പറയുന്നത് 2 ശബ്ദങ്ങൾ ചേർന്നുണ്ടായ പദമാണ്. മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും, ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും. ഞാൻ, എൻ്റെ എന്ന ഭാവങ്ങൾ ഇല്ലാതെയായി നമ്മുടെ, നമ്മൾ എന്ന ബോധ്യം ഉളവാകുന്ന ഇടമാണ് കുടുംബം, ഭവനം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, അപ്പനെ തിരിച്ചു കിട്ടിയ മകൻ്റെ സന്തോഷം, മകനെ തിരികെ കിട്ടിയ അപ്പൻ്റെ സന്തോഷം, ഭവനം മുഴുവൻ സന്തോഷിക്കുമ്പോൾ ഒരു മകന് മാത്രം ആ സന്തോഷത്തിൻ്റെ ഭാഗമാൻ കഴിയാത്തത് അവൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ, അവൻ്റെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അവൻ അസ്വസ്ഥനാവുകയാണ് ചെയ്യുന്നത്. നമ്മളും നമ്മുടെ കുടുംബജീവിതത്തിലേക്കൊന്ന് നോക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കുടുംബത്തിൻ്റെ കൂടെയുള്ളവരുടെ സന്തോഷത്തിൽ
യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ടോ? അതോ അടക്കി പിടിച്ച അമർഷങ്ങളുമായി നമ്മൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണോ? കുടുംബം സമാധാനത്തിൻ്റെ സങ്കേതമായി മാറുന്നത് നമ്മൾ പരസ്പരം അറിയാൻ ശ്രമിക്കുമ്പോഴാണ്. ജെനുവിനായ ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുമ്പോഴാണ്. അപ്പനാണ് അപ്പത്തേക്കാൾ വലുതെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ഭാഗമാകാൻ കഴിയുമ്പോഴാണ്. അതുകൊണ്ട് കുടുംബത്തെ നമുക്ക് സമാധാനത്തിൻ്റെ സങ്കേതമാക്കി മാറ്റാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ സമാധാനത്താൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥിക്കാം. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തുണയെ നൽകി കുടുംബങ്ങളാക്കി ഈ ഭൂമിയിൽ ആക്കി വെച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെയും സമാധാനത്തിൻ്റെ സങ്കേതങ്ങളായി തീരുവാൻ, മാതൃകയോടുകൂടെ ജീവിപ്പാൻ, അങ്ങയുടെ സ്നേഹത്തെ മുറുകെ പിടിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.